ഓഡിറ്റോറിയം നന്നായി അലങ്കരിച്ചിട്ടിട്ടുണ്ട്. കൂടെ കുടിക്കാൻ ജ്യൂസ്, ചായ, സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. മൂന്നും കൂടെ എല്ലാം നോക്കി നോക്കി അവസാനം ഇടയിൽ കിട്ടിയ സീറ്റിൽ പോയിരുന്നു. ഡി, നമുക്ക് തന്ന ഈ നമ്പർ അനുസരിച്ചാണോ നമ്മളെ വിളിക്കുന്നത്? കല്ലു സംശയത്തിൽ ചോദിച്ചു. എൻ്റെ ഒരു വീക്ഷണകോണത്തിൽ ഈ നമ്പർ നമുക്കുള്ള പണിയാണ്, ആദി പറഞ്ഞു. എന്ത് പിള്ളേരാണോ എന്തോ, കൊച്ചു പിള്ളേരെ പോലെ ഇങ്ങനെ പേടിച്ചു പേടിച്ചു. മര്യാദയ്ക്ക് അടങ്ങിയിരുന്നോണം രണ്ടും, ദേവു കലിപ്പായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഓഡിറ്റോറിയം ഫുൾ അധ്യാപകരെയും കുട്ടികളെയും കൊണ്ട് നിറഞ്ഞു. ആദ്യം പ്രിൻസിപ്പാളും പിന്നെ അധ്യാപകരും സംസാരിച്ച ശേഷം സീനിയേഴ്സ് സംസാരിച്ചു തുടങ്ങി. പിന്നെയാണ് മെയിൻ പരിപാടി തുടങ്ങിയത്. അപ്പോഴേക്കും സൂര്യൻ മൈക്ക് വാങ്ങി. ഹായ്, എൻ്റെ പേര് സൂര്യദേവ്. നിങ്ങളുടെ സീനിയറാണ്. കോളേജ് ചെയർമാനാണ്. അപ്പോൾ വലിയ റാഗിംഗ് ടാസ്ക് ഒന്നുമില്ല. എല്ലാം ജസ്റ്റ് 2 minutes പ്രോഗ്രാംസ് ആണ്. നിങ്ങൾ ഓരോരുത്തരായി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നമ്പർ അനുസരിച്ച് വരുന്നു, നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ശേഷം അതേ നമ്പറിൽ തന്നെ നിങ്ങൾക്കുള്ള ടാസ്ക് ഇവിടെ റെഡിയാണ്. അത് ചെയ്യുന്നു, പോകുന്നു. ഓക്കെ? സൂര്യൻ എല്ലാം വ്യക്തമായി സിമ്പിളായി പറഞ്ഞു. ആദ്യത്തെ 10 നമ്പറിൽ തന്നെ 3 പേരും ഉണ്ടായിരുന്നു. ആദ്യത്തെ ചാൻസ് വന്നത് ദേവുവിനായിരുന്നു. അവളുടെ നമ്പർ 5 ആയിരുന്നു. അവൾ കൂളായി സ്ട്രോങ് ആയി അവളെക്കുറിച്ച് പറഞ്ഞു. ഒപ്പം കൊടുത്ത ടാസ്ക് തീർത്തു. അവൾക്ക് കിട്ടിയ ടാസ്ക് ഒരു സിനിമാ പേര് ആക്ഷനിലൂടെയും അഭിനയിച്ച് കാണിക്കാനായിരുന്നു. അടുത്തത് കല്ലുവിനായിരുന്നു. പേടിച്ചു വിറച്ചു നിന്ന അവളെ സൂര്യ ചിരിയോടെ നോക്കി. പേടിക്കണ്ട, വലിയ ടാസ്കുകളൊന്നുമില്ല, ഇതൊക്കെ ഫണ്ണായിട്ട് എടുത്താൽ മതി. അവൻ അവളെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ധൈര്യം വന്നതുപോലെ അവൾ സ്വയം പരിചയപ്പെടുത്തി. ടാസ്ക് കിട്ടിയത് നൃത്തം ചെയ്യാനായിരുന്നു. കല്ലു ബാക്കി രണ്ടിനെയും നോക്കി. അവർ ആകാംക്ഷയോടെ ഇരിപ്പാണ്. കല്ലുവിൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവർക്കറിയാം. നൃത്തം ജീവനായി കൊണ്ടു നടന്നവൾക്ക് ഇന്ന് നൃത്തം ഒരു പേടി സ്വപ്നമാണ്. പെട്ടെന്ന് ദേവു എണീറ്റ് സ്റ്റേജിന്റെ സൈഡിൽ നിൽക്കുന്ന സൂര്യന്റെ അടുത്തേക്ക് പോയി. ചേട്ടാ, അവൾക്ക് ഈ ഇടയ്ക്കാണ് ഒരു സർജറി കഴിഞ്ഞത്. അപ്പോൾ നൃത്തം ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും കൊടുക്കുവോ? സൂര്യ ദേവുവിനെ നോക്കി. അവളുടെ മുഖത്ത് വല്ലാത്ത ടെൻഷനാണ്. കല്ലുവാണെങ്കിൽ ഇപ്പോൾ വീഴും എന്ന പോലെ നിൽക്കും. ഫ്രണ്ട്സ്, ഈ കുട്ടിക്ക് നൃത്തം ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. സോ നമുക്ക് മറ്റൊരു ടാസ്ക് കൊടുക്കാം, മൈക്കിലൂടെ സൂര്യ വിളിച്ചു പറഞ്ഞു. അടുത്തതായി കല്ലുവിന് കിട്ടിയത് പാട്ട് പാടാനായിരുന്നു. അതവൾ ഒരു മടിയുമില്ലാതെ സമ്മതിച്ചു. അവൾ ദേവുവിനെ ഒന്ന് നോക്കി. ദേവു നിറഞ്ഞ ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ചതും കല്ലു പാടാൻ തുടങ്ങി. അവളുടെ പാട്ടിൽ എല്ലാവരും ലയിച്ചിരുന്നു. ഒരു വലിയ കയ്യടി തന്നെ അവൾക്ക് വേണ്ടി എല്ലാവരും ചേർന്ന് നൽകി. സ്റ്റേജിൽ നിന്ന് അവളോടൊപ്പം ദേവുവും ഇറങ്ങി. അവർ നേരെ ക്ലാസ്സിലേക്ക് പോയി. പിന്നാലെ തന്നെ ബാഗൊക്കെ എടുത്ത് ആദിയും പോയി. ക്ലാസ്സിലെത്തിയതും കല്ലു കുറേ വെള്ളം കുടിച്ചു. പിന്നെ തലവേദനയാണെന്ന് പറഞ്ഞ് ഡെസ്കിൽ തലവെച്ച് കിടന്നു. അവളുടെ മനസ്സിൽ എന്തായെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് രണ്ടുപേരും ശല്യം ചെയ്യാതെ കുറച്ചു മാറിയിരുന്നു. കല്ലുവിൻ്റെ മനസ്സിൽ ഒരു ദുസ്വപ്നം പോലെ ആ ദിവസം ഓടിയെത്തി. സ്കൂളിൽ കലോത്സവത്തിന് കല്ലുവിൻ്റെ നൃത്തവും ഉണ്ടായിരുന്നു. അവൾ സ്റ്റേജിൽ നൃത്തം ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് ആ സ്റ്റേജിലേക്ക് എവിടെ നിന്നോ എന്തിനെന്നോ അറിയില്ല ദേഷ്യത്തിൽ വന്ന അരവിന്ദ് അത്രയും അധ്യാപകരുടെയും സഹപാഠികളുടെയും രക്ഷകർത്താക്കളുടെയും മുന്നിൽ വെച്ച് കല്ലുവിനെ ഒരുപാട് തള്ളി പിടിച്ചിറക്കി കൊണ്ടുപോയി. വീട്ടിലെത്തി അവളുടെ ചിലങ്ക വലിച്ചെറിഞ്ഞു. ഇനി നൃത്തം ചെയ്യാൻ കാൽ പൊങ്ങരുത് എന്ന് പറഞ്ഞു കാലിൽ ആഞ്ഞു ചവിട്ടിയിട്ട് കയറിപ്പോയി. 1.5 മാസം ക്ലാസ്സിൽ പോകാതെ കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടന്നു കല്ലു. അതിനുശേഷം കല്ലു നൃത്തം ചെയ്തിട്ടില്ല. അരവിന്ദൻ്റെ ആദ്യ ഭാര്യ ഒരു നർത്തകി കൂടിയായിരുന്നു. ചിലങ്ക അണിഞ്ഞു അവന് മുന്നിൽ ദിവസവും ആടിയിരുന്നു. ആ ഓർമ്മകൾ മറക്കാനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയില്ല അവൻ്റെ ഈ ദേഷ്യത്തിന് കാരണം. കല്ലു, ഒരുപാട് സമയമായിട്ടും ആ കിടപ്പ് തന്നെ കിടക്കുന്നവളെ ആദ്യ തട്ടി വിളിച്ചു. മതി, ഇനി അങ്ങോട്ട് പോകാം, ഇല്ലെങ്കിൽ പ്രശ്നമാകും ചിലപ്പോൾ. വാ. മൂന്ന് പേരും കൂടെ വീണ്ടും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. സ്റ്റേജിൽ നിന്ന് സൂര്യൻ ഇവരുടെ ഈ പോക്കും വരവുമൊക്കെ നിരീക്ഷിച്ചിരുന്നു. സാർ, ലല്ലു ഏതോ കേസിൻ്റെ ഭാഗമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ശ്രാവൺ കയറി വന്നു. പറയ് ശ്രാവൺ. സാർ, മയൂക കല്യാണത്തിന് പോയിട്ട് വളരെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി എന്നാണ് കൂട്ടുകാർ പറഞ്ഞത്. പിന്നെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അവരോട് പറഞ്ഞില്ലേ? സാർ, മയൂകയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അവനും ഇവരുടെ ഒപ്പം കല്യാണത്തിനുണ്ടായിരുന്നു. അവനോട് പറഞ്ഞത് ഏതോ ഒരു കസിനെ കാണാൻ പോകുന്നു എന്നാണ്, കുറച്ച് കാശ് കടം വാങ്ങിക്കാൻ. പക്ഷേ ഫ്രണ്ട്സിനോട് പറഞ്ഞത് ഒരു അമ്പലത്തിൽ പോകുന്നു എന്നാണ്. രണ്ടും തമ്മിൽ കണക്റ്റ് ആവുന്നില്ലല്ലോ. ഫോൺ ഡീറ്റെയിൽസ് നോക്കിയോ? നോക്കി സാർ. ഈ ബോയ് ഫ്രണ്ട് പിന്നെ കല്യാണത്തിന് വന്ന കുറച്ച് ഫ്രണ്ട്സ്, അവരൊക്കെ വിളിച്ച കോൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഫോൺ ഓഫായത് അടുത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചാണ്. ഫോൺ ലൊക്കേഷൻ ഇപ്പോഴും ആ സ്റ്റാൻഡിൽ തന്നെയാണ് കാണിക്കുന്നത്. ലല്ലു സംശയത്തിൽ അവനെ നോക്കി. അതിനർത്ഥം ഫോൺ ഒന്നുകിൽ ഏതോ ഓട്ടോയിലോ കടയിലോ എവിടെയെങ്കിലും കിടപ്പുണ്ടാകും. അവിടെയുള്ള CCTV മുഴുവൻ ചെക്ക് ചെയ്യണം.
എന്തെങ്കിലും സംശയം തോന്നിയാൽ അതൊക്കെ ക്ലിയറായി നോക്കണം. ഇന്ന് വൈകുന്നേരം 6 മണിക്കുള്ളിൽ ആ കുട്ടി എവിടെ എന്നതിന് ഉത്തരം എനിക്ക് കിട്ടണം. ശ്രാവൺ ഇറങ്ങി. സമയത്തിൻ്റെ കാര്യത്തിൽ ലല്ലു വളരെ ശ്രദ്ധയാണ്. സാർ. പുറത്തേക്കിറങ്ങിയ ശ്രാവൺ പെട്ടെന്ന് തിരിച്ചു വന്നു. എന്താടോ? സാർ, ആ പെൺകുട്ടി കൊല്ലപ്പെട്ടു. അവൻ ചെറിയ പേടിയോടെയാണ് പറഞ്ഞത്. വാട്ട്? ഒരലർച്ചയായിരുന്നു അത്. ലല്ലുവിൻ്റെ മുഖം ആകെ വരിഞ്ഞു മുറുകി. സാർ, ആ ഓട്ടോ സ്റ്റാൻഡിലെ ഓടയിൽ നിന്ന് ഫോണും പേഴ്സും കിട്ടിയിരുന്നു. അതിൻ്റെ സൈഡിൽ അടഞ്ഞു കിടന്ന കടയുടെ സൈഡിൽ നിന്നാണ് ബോഡി കിട്ടിയത്. ശ്രാവൺ പറഞ്ഞു നിർത്തി. ഈ പട്ടാപ്പകൽ അവിടെ എങ്ങനെയടോ? ലല്ലുവിൻ്റെ ശബ്ദം ഉയർന്നു. കൂടുതൽ അറിയാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകുക സാർ. പോയിട്ട് അവിടുത്തെ സ്ഥിതിവിവരങ്ങളൊക്കെ ഒന്നും വിടാതെ എല്ലാം എനിക്ക് അറിയണം. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കാൻ പറയണം. യെസ് സാർ. ശ്രാവൺ പോയി. ലല്ലു ആലോചനയോടെ സീറ്റിലേക്കിരുന്നു. ലല്ലുവിൻ്റെ മനസ്സിൽ തൻ്റെ മുന്നിൽ പേടിയോടെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി നിന്ന ആ അമ്മയുടെയും സഹോദരിയുടെയും മുഖം തെളിഞ്ഞു വന്നു. ലല്ലുവിന് ഇരുന്നിട്ട് ഒരു സമാധാനവും തോന്നാതെ എണീറ്റ് അവൻ മർഡർ സ്പോട്ടിലേക്ക് പോയി. കോളേജിൽ നിന്ന് നേരത്തെ തന്നെ പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു 3 പേരും. നമുക്കൊന്ന് ബീച്ചിൽ പോയാലോ? ദേവ് ചോദിച്ചു. കല്ലുവും ആദിയും സമ്മതിച്ചു. കല്ലുവിന് വീട്ടിൽ പോകുന്നതിലും കൂടുതൽ സന്തോഷം പുറത്തു നിൽക്കുന്നത് തന്നെയാണ്. 3 കൂടെ ബീച്ചിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ആദിയെ അജു വിളിക്കുന്നത്. ഡി, അജുവേട്ടൻ വിളിക്കുക. ആദി ഫോണെടുത്തുകൊണ്ട് പറഞ്ഞു. എന്നെ വിളിക്കാതെ നിന്നെ വിളിക്കുക. എടുത്തു നോക്ക്. ഹലോ അജുവേട്ടാ, പറയ്. നിങ്ങൾ എവിടെയാണ്? അവളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങളിവിടെ കോളേജിൽ നിന്ന് ഇറങ്ങുക. എന്താ ഏട്ടാ? അച്ഛൻ ഹോസ്പിറ്റലിലാണ്. അമ്മയും ഇവിടെയാണ്. കല്ലുവിനോട് പറഞ്ഞേക്ക്. അജു വേഗം കോൾ കട്ടാക്കി. ആദി കല്ലുവിനെ നോക്കി. ദേവുവും അവളെ നോക്കുന്നുണ്ട്. എന്താടി, എന്തിനാ ഏട്ടൻ വിളിച്ചത്? നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ എന്നെ വിളിച്ചത്. അങ്കിൾ ഹോസ്പിറ്റലിലാണ്. കല്ലു ആദിയെ നോക്കി. അച്ഛൻ എന്താ പറ്റിയേ? കല്ലു ടെൻഷനിലായി. അറിയില്ലടാ, ചേട്ടൻ അവിടെ എന്തോ തിരക്കിലാണെന്ന് തോന്നുന്നു. കോൾ വേഗം കട്ടാക്കി. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അച്ഛനെ കാണണം. പോകാം. ആദ്യം ഏത് ഹോസ്പിറ്റലിലാണെന്ന് അറിയണ്ടേ? ആൻറ്റിയെ വിളിച്ചു നോക്ക്. കല്ലു വേഗം ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. ഫോൺ ഓഫാണ്. എൻ്റെ ഫോൺ ഓഫാണ്. നിന്റെ ഫോണിൽ നിന്ന് വിളിക്ക്. ദേവു വേഗം കല്ലുവിൻ്റെ അമ്മയെ വിളിച്ചു. അമ്മേ, ആ മോളെ, അച്ഛൻ എന്താ പറ്റിയേ? പേടിക്കാനൊന്നുമില്ല മോളെ, ചെറുതായിട്ട് ഒന്ന് തെന്നി വീണതാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. നിങ്ങളിപ്പോൾ ഏത് ഹോസ്പിറ്റലിലാ? ഞങ്ങളിവിടെ സിറ്റി ഹോസ്പിറ്റലിലുണ്ട് മോളെ. ഞാൻ ഇപ്പോൾ തന്നെ വരാം അമ്മേ. ഇവിടെ നിന്ന് ഇറങ്ങുക. വേണ്ട മോളെ, മോൾ ഇങ്ങോട്ട് വരണ്ട. ഇവിടെ മുത്തശ്ശി വന്നിട്ടുണ്ട്. കല്ലുവിൻ്റെ മുഖം മങ്ങി. എന്നാലും കുഴപ്പമില്ല, ഞാൻ വന്ന് കണ്ടിട്ട് വേഗം ഇങ്ങ് പോന്നോളാം അമ്മേ. അവൾ വേഗം ഫോൺ കട്ടാക്കി. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക. നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ. അച്ഛൻ സിറ്റി ഹോസ്പിറ്റലിലുണ്ട്. കല്ലു ഫോൺ കൊടുത്തിട്ട് പറഞ്ഞു. നീ എങ്ങോട്ടാ ഈ ഓടിപ്പിടിച്ചു പോകുന്നത്? അവിടെ പോയി അയാളുടെ വായിലിരിക്കുന്നത് കേൾക്കാനാണോ ഈ ഓട്ടം? ആദിക്ക് നല്ലതുപോലെ ദേഷ്യം വന്നിരുന്നു. ഡി, എന്തൊക്കെ പറഞ്ഞാലും അത് എന്നെ ഇതുവരെ വളർത്തിയ. നിർത്തടി. അവളുടെ ഒരു കടപ്പാട് കോപ്പ്. ഞാനാണെങ്കിൽ അയാൾ കാണിക്കുന്നത് വെച്ച് തിരിഞ്ഞു പോലും നോക്കില്ല. എന്നിട്ടും അവൾ അയാളെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. ആദി ദേഷ്യത്തിൽ പറഞ്ഞു. നിർത്താതി, അവൾ പോട്ടെ. ദേവു ഇടപെട്ടു. കല്ലു അവരെ ഒന്ന് നോക്കിയിട്ട് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. കല്ലു ഹോസ്പിറ്റലിലെത്തുമ്പോൾ തറവാട്ടിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. കല്ലു ഓടി അമ്മയുടെ അടുത്തേക്ക് പോയി. അച്ഛൻ എങ്ങനെയുണ്ട് അമ്മേ? കല്ലു അമ്മയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് ചോദിച്ചു. അവൻ ചത്തിട്ടില്ല. എന്താ, ചത്തില്ലെങ്കിൽ കൊല്ലാൻ വന്നതാണോ? മുത്തശ്ശി മുന്നോട്ട് വന്ന് ചോദിച്ചു. കല്ലു അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. മുത്തശ്ശി? മുത്തശ്ശിയോ? ആരാടി അസത്തെ നിന്റെ മുത്തശ്ശി? മുത്തശ്ശി ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. അവിടെ നിന്നവരൊക്കെ അവരെ നോക്കി. ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം. അച്ഛനോ? നിന്റെ അച്ഛനൊക്കെ ചത്തു. ഇറങ്ങിപ്പോടി അസത്തെ, അവൻ്റെ ജീവൻ എടുക്കാതെ, മുത്തശ്ശി പറഞ്ഞു. അമ്മേ, ഇത് ഹോസ്പിറ്റലാണ്. ഇവിടെ കിടന്ന് ഇതുപോലെ ഉള്ളതിനോടൊക്കെ സംസാരിച്ചാൽ നമ്മുടെ വില പോകും, അരവിന്ദൻ്റെ സഹോദരി പറഞ്ഞു. ഇറങ്ങിപ്പോ അസത്തെ കൺമുന്നിൽ നിന്ന്, മുത്തശ്ശി ദേഷ്യത്തിൽ പറഞ്ഞു. കല്ലു അമ്മയുടെ അടുത്ത് നിന്ന് നിറഞ്ഞ കണ്ണുകൾ അമർത്തി തുടച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. ഇതേ സമയം ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വാങ്ങാൻ വന്നതാണ് ലല്ലു. അവനും പോലീസുകാരും കൂടെ വേഗത്തിൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴായിരുന്നു കരഞ്ഞുകൊണ്ട് ഓടി വന്ന കല്ലു ലല്ലുവിനെ ഇടിക്കുന്നത്. സോറി. തിരിഞ്ഞുപോലും നോക്കാതെ സോറി പറഞ്ഞു കല്ലു പുറത്തേക്ക് പോയി. അവനാ റിപ്പോർട്ട് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വേഗം നടന്നു. കല്ലു പുറത്തെത്തുമ്പോൾ അവളെ നോക്കി ദേവുവും ആദിയും ഉണ്ടായിരുന്നു. കല്ലു അവരെ കണ്ടതും കണ്ണു തുടച്ചു. നീ കൂടുതൽ കണ്ണു തുടയ്ക്കേണ്ട, ഞങ്ങൾ കണ്ടു, ആദി പറഞ്ഞു. നീ ഒന്നും പറയണ്ട. ആ പരട്ട കിളവിയോ അങ്കിളോ നിന്നോട് വല്ലതും പറഞ്ഞു കാണും എന്നറിയാം. നീ വാ, നമുക്ക് ബീച്ചിൽ പോകാം. വൈകുന്നേരം അവിടെ നിന്നൊരു ഐസ്ക്രീം കുടിച്ച് ഈ വിഷമം മാറ്റാം. ആദി അവളുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. ഡോക്ടർ?
ലല്ലു പോസ്റ്റ്മോർട്ടം നടക്കുന്ന മുറിയിലേക്ക് കയറി. ആ സാർ നേരിട്ട് വന്നോ? എന്താ ഡോക്ടർ റിപ്പോർട്ട്? പ്രാഥമിക പരിശോധനയിൽ തന്നെ കുട്ടിക്ക് സംഭവിച്ച അത്യാഹിതത്തെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞു നിർത്തി. ലല്ലു പുറത്തേക്കിറങ്ങി. ശ്രാവൺ അവൻ്റെ അടുത്തേക്ക് വന്നു. സാർ, ഈ കുട്ടിയെ ഇത്രയ്ക്ക് ഉപദ്രവിച്ചു വേദനിപ്പിച്ചു കൊല്ലാനും മാത്രം എന്തെങ്കിലും പക ആർക്കെങ്കിലും ഉള്ളതായി അന്വേഷണം നടത്തണം. ഇത് ചെയ്തത് ആരായാലും ശരി, എനിക്ക് വേണം അവനെ. ലല്ലു ദേഷ്യത്തിൽ പല്ല് കടിച്ചു. സാർ, പുറത്ത് മീഡിയാസും പത്രക്കാരും ഒക്കെ എത്തിയിട്ടുണ്ട്, കോൺസ്റ്റബിൾ വന്നു പറഞ്ഞു. ശ്രാവൺ അവരോട് എന്തെങ്കിലും പറഞ്ഞ് ഒഴിപ്പിക്ക്. ഞാൻ സംസാരിച്ചാൽ അന്നത്തെ പോലെ സസ്പെൻഷനിലായിരിക്കും പോയി അവസാനിക്കുന്നത്. ലല്ലു വേഗം ഇറങ്ങിപ്പോയി. ലല്ലു അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഓഫീസിലേക്ക് പോകുമ്പോഴാണ് ഒരു കോൾ വന്നത്. പറയ് ശ്രാവൺ. വാട്ട്? അതൊരു അലർച്ചയായിരുന്നു. എന്താടോ ഈ പറയുന്നത്? അതെ സാർ, ഇതിനു മുന്നേ ഡോക്ടർ വൈഷ്ണവി ഇതേ സമാനമായ 3 കേസുകൾ കോഴിക്കോട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാർ, മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞില്ലേ? അപ്പോഴാണ് ഡോക്ടർ ഈ കാര്യം സൂചിപ്പിച്ചത്. എത്ര നാൾ മുമ്പെന്ന് ചോദിച്ചോ? 4 വർഷം മുന്നേ ആയിരുന്നു ആ സംഭവങ്ങൾ ഉണ്ടായിരുന്നത്. എനിക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ വേണം. ഒപ്പം തന്നെ ഇപ്പോഴത്തെ കേസിൻ്റെ അവസ്ഥയും. ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ്. മീഡിയ ഏറ്റെടുത്ത സ്ഥിതിക്ക് DGPയുടെ വിളി വരും. ഓക്കെ സാർ. ലല്ലുവിൻ്റെ മനസ്സ് ആകെ അസ്വസ്ഥമായിരുന്നു. സാർ, ഡ്രൈവർ അവനെ വിളിച്ചു. എന്താ സുരേഷ്? കണ്ണുകളടച്ച് സീറ്റിൽ ചാരിയിരുന്നു ലല്ലു. തറവാട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. ഡ്രൈവർ പേടിയോടെയാണ് പറഞ്ഞത്. ലല്ലു അമർത്തി മോളി. സാറിനോട് അങ്ങോട്ട്. ലല്ലു അവനെ കണ്ണു തുറന്നു നോക്കി. ഇനി അവിടെ നിന്ന് ആര് വിളിച്ചാലും കോൾ എടുക്കണ്ട, മനസ്സിലായോ? ലല്ലു കടുപ്പിച്ചു പറഞ്ഞു. ആയി സാർ. ലല്ലു ഓഫീസിൽ എത്തും വരെ ഒന്നും മിണ്ടിയില്ല. ആ പെൺകുട്ടിയുടെ ചേതനേറ്റ ശരീരം തന്നെയാണ് മുന്നിൽ. ഓഫീസിലെത്തി വേറെയും കേസുകളുടെ കാര്യം തിരക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ തിരക്കുകളിലേക്ക് ലല്ലു തിരിഞ്ഞു. ഈവനിങ് ലല്ലു ഓഫീസിൽ നിന്ന് ഇറങ്ങാറായപ്പോഴാണ് അടുത്ത കോൾ ലല്ലുവിനെ തേടിയെത്തിയത്. പറയ് ശ്രാവൺ. സാർ, മയൂകയുടെ ബോയ്ഫ്രണ്ട് അരുൺ സൂയിസൈഡ് ചെയ്തു. ലല്ലുവിന് തല പെരുത്ത് കയറും പോലെ തോന്നി. എന്തൊക്കെയാടോ നടക്കുന്നത്? ഇനി അവൾ മരിച്ച സങ്കടത്തിലെങ്ങാനും? ലല്ലു ദേഷ്യത്തിൽ ചോദിച്ചു. നോ സാർ, ഷീസ് ബിഹൈൻഡ് മയൂകാസ് മർഡർ. വാട്ട്? അതെ സാർ. ഓക്കെ, കം ടു മൈ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. ഓക്കെ സാർ. ലല്ലു ടേബിളിൽ നിരത്തിയിട്ടേക്കുന്ന മയൂകയുടെ ഫോട്ടോസ് നോക്കി. ബോഡി കിട്ടിയപ്പോൾ മുതൽ പോസ്റ്റ്മോർട്ടം ടൈം വരെ എടുത്ത ഫോട്ടോസാണ്. ലല്ലു എല്ലാം സൂക്ഷിച്ചു നോക്കി. ഒന്നും മനസ്സിലായില്ല ലല്ലുവിന്. ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ പറ്റുമോ എന്നതായിരുന്നു അവൻ്റെ സംശയം. അധികം വൈകാതെ തന്നെ ശ്രാവൺ എത്തിയിരുന്നു. സാർ, മേ ഐ കമിൻ? കം. ഇരിക്കു ശ്രാവൺ. അവൻ ലല്ലുവിനെ ഒന്ന് നോക്കിയിട്ടിരുന്നു. പറയൂ. സാർ, വൈഷ്ണവി പറഞ്ഞതനുസരിച്ച് ക്രൈം ചെയ്യാൻ ഒരാൾ ഒറ്റയ്ക്കായിരുന്നില്ല. മയൂകയുടെ കാര്യത്തിൽ 4 ഫിംഗർ പ്രിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ അരുണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് ഒന്നും തന്നെ ആ ബോഡിയിലില്ല. ഒരു സ്ലീപ്പിംഗ് മെഡിസിൻ ഓവർ ഡോസിൽ ബോഡിയിൽ ഉണ്ടായിരുന്നു. അത് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്നത് മരിച്ചതിന് ശേഷം. ലല്ലു ശ്രദ്ധയോടെ എല്ലാം കേട്ടിരുന്നു. ഓക്കെ, അരുണിൻ്റെ കാര്യം? ലല്ലു ഗൗരവം നിറച്ച് ചോദിച്ചു. അരുണിനെ ഇന്ന് രാവിലെ ഞാൻ ചോദ്യം ചെയ്തതായിരുന്നു. അപ്പോൾ എന്നോട് നല്ല രീതിയിൽ സഹകരിച്ചതാണ്. അപ്പോൾ ഒന്നും ഒരു ക്രൈം ചെയ്ത ആളിൻ്റെ റിയാക്ഷൻ ആയിരുന്നില്ല മുഖത്ത്. ഒന്നും ഒളിക്കുന്നതായിട്ടും തോന്നിയില്ല. ശ്രാവൺ ഒന്ന് നിർത്തി. അരുണിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല സാർ, അരുണിന് അങ്ങനെ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നുമില്ല. ഹീസ് ആൻ ഓർഫൺ സാർ. ഓക്കെ, എങ്ങനെ അരുൺ സൂയിസൈഡ് ചെയ്തതാണെന്ന് അറിഞ്ഞു? സാർ, അത് അരുൺ ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. അതുകൊണ്ട് പോയ ഡെലിവറി ബോയിയാണ് ആദ്യം ബോഡി കണ്ടത്. ഹാളിൽ തന്നെ ബോധമില്ലാതെ കിടന്ന അരുണിനെ കണ്ട് അടുത്തേക്ക് പോയപ്പോഴാണ് കൈഞ്ഞരമ്പ് മുറിച്ചതായി കണ്ടത്. ജീവനില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഉടനെ പോലീസിനെ വിളിച്ചത്. ലല്ലു സംശയത്തിൽ നോക്കി. അപ്പോൾ മയൂകയുടെ മരണത്തിൽ എങ്ങനെ അരുൺ പ്രതിയായി? തൊട്ടടുത്ത് തന്നെ ഈ ലെറ്റർ ഉണ്ടായിരുന്നു. ഇതിലെ കയ്യക്ഷരം അരുണിൻ്റേതാണ്. ലെറ്റർ ലല്ലുവിനെ ഏൽപ്പിച്ചു. അവളെ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു. പക്ഷേ അവൾക്ക് മറ്റൊരാളോട് വഴിവിട്ട ബന്ധമുണ്ട് എന്ന സത്യം എന്നെ വല്ലാതെ തളർത്തി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മയൂകയെ. അവൾക്കൊപ്പം ഞാനും പോകുന്നു. ലല്ലു ഉറക്കെ വായിച്ചു. ഇതെന്താടോ? പോലീസുകാരൊക്കെ മണ്ടന്മാരാണെന്ന് വല്ല വിചാരവും അവനുണ്ടായിരുന്നോ? അവനെ ആരോ കൊന്നതാണ്. ഇത് അവനെക്കൊണ്ട് ബലമായി എഴുതിച്ച ലെറ്ററാണ്. എനിക്കും അത് മനസ്സിലായി സാർ. ഓക്കെ, താൻ എൻ്റെ ഒപ്പം വാ. എനിക്ക് അരുണിൻ്റെ വീടൊന്ന് പരിശോധിക്കണം, ലല്ലു പറഞ്ഞു. ലല്ലു പറഞ്ഞുകൊണ്ട് എണീറ്റു. ഒപ്പം തന്നെ ശ്രാവണം. 2 പേരും മരണപ്പെട്ട അരുണിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ബീച്ചൊക്കെ കണ്ട് 3 കൂടെ വീട്ടിലേക്ക് തിരിച്ചു. ദേവു നല്ലതുപോലെ അവളുടെ വീട്ടിൽ നിൽക്കാൻ കല്ലുവിനെ വിളിച്ചു. പക്ഷേ കല്ലു പോകുന്നില്ലെന്ന് തന്നെ ഉറപ്പിച്ചു. അല്ലെങ്കിലും ഇവൾക്ക് ബാക്കി എല്ലാ കാര്യത്തിനും നാവുണ്ട്. ആ മുതുക്കിക്കിളവിയോട് 4 വർത്തമാനം പറയാനാണ് വയ്യാത്തത്, ആദി ദേഷ്യത്തിൽ പറഞ്ഞു.
ആദി, വയസ്സായവരെ അങ്ങനെയൊന്നും പറഞ്ഞൂടാ. കല്ലു ചൂടായി. ഓ, അടിയനൊന്നും പറയുന്നില്ല. അല്ലെങ്കിൽ നിന്നോട് പറയുന്നതും പൊട്ടനോട് വേദമോതുന്നതും കണക്കാ. അവരെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. എന്നാ ഉപദ്രവം നല്ല രീതിയിൽ ഉണ്ട് താനും. ആദിക്ക് അരവിന്ദന്റെ അമ്മയെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവർക്ക് ആദിയെയും. അങ്ങനെ തന്നെയാണ്. ദേവുവിൻ്റെ വീട് കല്ലുവിൻ്റെയും ആദിയുടെയും വീട് കഴിഞ്ഞ് ഒരുപാട് പോണം. അതുകൊണ്ട് കല്ലുവിൻ്റെ അവസ്ഥ വീട്ടിൽ എങ്ങനെയെന്നത് ആദിയുടെ അത്രയും അറിയില്ല. മൂന്നും കൂടെ ഓരോന്ന് പറഞ്ഞ് വീടെത്തി. കല്ല് വീട്ടിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് അരവിന്ദിനെ കൊണ്ട് അവർ വന്നത്. കാർ കണ്ടപ്പോൾ തന്നെ അവൾ വാതിൽ തുറന്നിട്ട് അകത്തേക്ക് കയറി. പിന്നാലെ അരവിന്ദനെ പിടിച്ചുകൊണ്ട് മുത്തശ്ശിയും അജുവും കൂടെ കയറി വന്നു. അച്ഛനെ ഞാൻ പിടിക്കാം മുത്തശ്ശി, കല്ല് ഓടി വന്ന് പറഞ്ഞു. മുന്നിൽ നിന്ന് മാറടി അസത്തെ. നിന്നെ ഇന്ന് രാവിലെ കണ്ടുകൊണ്ട് ഇറങ്ങിപ്പോയപ്പോൾ തന്നെ വിചാരിച്ചതാണ് എന്തെങ്കിലും ദുരന്തം വരുമെന്ന്. അതുപോലെ തന്നെ നടന്നു. തൽക്കാലം കൈക്കും കാലിനുമേ പരിക്കുള്ളൂ. നീ തൊട്ടാ എൻ്റെ ജീവൻ തന്നെ പോവും, അരവിന്ദൻ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. കല്ല് നിറഞ്ഞ കണ്ണോടെ അമ്മയെ നോക്കി.